നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശിരൂരിൽ മണ്ണിടിഞ്ഞ് ലോറി ഡ്രൈവർ കോഴിക്കോട് സ്വദേശി അർജുനെ കാണാതായ സംഭവത്തിൽ രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് സച്ചിൻ ദേവ് MLA. രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്, അത് കുറച്ചുകൂടി വേഗത്തിലാക്കണമെന്നതാണ് ആവശ്യം. സംഭവം നടന്ന് ഒരാഴ്ച പിന്നിടുന്നു. അതീവ ദുഃഖകരമായ സാഹചര്യമാണ്. കർണാടക സർക്കാരും കേന്ദ്ര സർക്കാരും സാധ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം നടത്തണം. പ്രതികൂലമായ കാലാവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഇനിയും വൈകിപ്പിക്കാതെ സാധ്യമായ എല്ലാ മാർഗങ്ങളും തേടി അർജുനെയും കാണാതായ എല്ലാവരെയും കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങൾ അടിയന്തരമായി നടത്തണമെന്നും MLA ആവശ്യപ്പെട്ടു. ശിരൂരിൽ തെരച്ചിലിനായി ഡോഗ് സ്ക്വാഡിനെ എത്തിച്ചു. പുഴയിൽ ഇറങ്ങിയുള്ള സ്കൂബ ടീമിന്റെ പരിശോധനയും ആരംഭിച്ചു. ഗംഗാവലി പുഴയിൽ ജലനിരപ്പ് കുറഞ്ഞെങ്കിലും പുഴയിൽ ഇതുവരെ നാവികസേനയുടെ പരിശോധന ആരംഭിച്ചിട്ടില്ല. പുഴയുടെ ആഴവും ഒഴുക്കും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാകുന്നുണ്ട്. കാണാതായ ദിവസം ഈ സ്ഥലത്തോട് ചേർന്ന ഗംഗാവലി പുഴയിൽ ഉഗ്രസ്ഫോടനവും ഭൂമികുലുക്കവും ഉണ്ടായെന്ന് നാട്ടുകാർ പറഞ്ഞു. 1/2 കിലോമീറ്ററോളം വീതിയുള്ള പുഴയുടെ മറുകര മാടങ്കേരി ഉൾവരെ എന്ന ഗ്രാമമാണ്. മത്സ്യത്തൊഴിലാളികളും ഗോത്ര വിഭാഗക്കാരുമാണ് ഇവിടെ കൂടുതലുള്ളത്. 6 വീടുകൾ സ്ഫോടനത്തിൽ തകർന്നു. 9 പേരെ കാണാതായി. ഇതിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം കിട്ടി. പരിക്കേറ്റ 7 പേർ ആശുപത്രിയിലാണ്. വീടുകളിലെ പാത്രങ്ങളും ഉപകരണങ്ങളും തകർന്നു. ദേശീയപാതയിൽ നിന്ന് പുഴയിലേക്ക് ഇവിടെ 2 പാചകവാതക ടാങ്കർ ലോറികളിൽ ഒന്ന് മാത്രമാണ് 7 കിലോമീറ്റർ അകലെ നിന്ന് കണ്ടെത്തിയത്. രണ്ടാമത്തെ ലോറിയുടെ ഡ്രൈവറുടെ മൃതദേഹം കിട്ടിയെങ്കിലും ലോറിയെക്കുറിച്ച് വിവരമില്ല. ലോറിയിലെ പാചകവാതക ടാങ്കർ പൊട്ടിത്തെറിച്ചതാകും സ്ഫോടനത്തിനും വെള്ളമുയരാനും കാരണമായതെന്നാണ് കരുതുന്നത്. കുന്നിടിഞ്ഞ് നദിയിലേക്ക് വീണപ്പോൾ സുനാമി പോലെ വെള്ളം മുകളിലേക്ക് ഇരച്ചുകയറി. ഈ സമയത്ത് ഉഗ്രസ്ഫോടനമുണ്ടായെന്നാണ് നാട്ടുകാർ പറയുന്നത്. പുഴയിലെ വെള്ളത്തിന് പൊള്ളുന്ന ചൂട് അനുഭവപ്പെട്ടെന്ന് ദൃക്സാക്ഷിയായ തമ്മു വെങ്കട പറഞ്ഞു. അതേസമയം തീ ഉണ്ടായിരുന്നില്ല എന്നും നാട്ടുകാർ പറയുന്നു. അർജുനെ കാണാതായിട്ട് ഇന്നേക്ക് 8 ദിവസം പൂർത്തിയായി. രക്ഷാപ്രവർത്തനം 7 ദിവസം പിന്നിട്ടതോടെ കരയിലെ തെരച്ചിൽ പൂർണ്ണമായി അവസാനിപ്പിച്ചിരുന്നു. കൂടുതൽ റഡാർ ഉപകരണങ്ങൾ എത്തിച്ച് ഇനി പുഴ കേന്ദ്രീകരിച്ചാണ് അർജുനുള്ള തെരച്ചിൽ നടക്കുക. സൈന്യത്തിന്റെ നേതൃത്വത്തിലായിരിക്കും തെരച്ചിൽ. കഴിഞ്ഞ ദിവസം വൈകിട്ട് പുഴയിൽ നടത്തിയ റഡാർ പരിശോധനയിൽ കരയിൽ നിന്ന് 28 മീറ്റർ മാറി ഒരു സിഗ്നൽ ലഭിച്ചിരുന്നു. ഇത് കേന്ദ്രീകരിച്ചാണ് തുടർ പരിശോധന. കനത്ത ഒഴുക്കാണ് പുഴയിലുള്ളത്. കുത്തിയൊലിച്ചെത്തിയ മണ്ണിനൊപ്പം ലോറി പുഴയ്ക്കടിയിൽ പുതഞ്ഞിരിക്കാനുള്ള സാധ്യതയാണ് രക്ഷാപ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നത്. ശിരൂരിൽ അപകടം നടന്നതിന് തൊട്ടുമുമ്പ് ISROയുടെ ഉപഗ്രഹം പകർത്തിയ പ്രദേശത്തിന്റെ ചിത്രങ്ങൾ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിന് കഴിഞ്ഞ ദിവസം ISRO കൈമാറി. ഈ ചിത്രങ്ങൾ അധികൃതർ പരിശോധിച്ചു വരികയാണ്. പുഴയിൽ അടിയൊഴുക്ക് ശക്തമാണ്. പ്രദേശത്ത് ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. തിരച്ചിലിന് വെല്ലുവിളിയുമുണ്ട്. അവസാനം സിഗ്നൽ ലഭിച്ചെടുത്ത് വിശദമായ പരിശോധന നടത്താനാണ് നീക്കം. സിഗ്നൽ ലഭിച്ചെടുത്ത് ലോറി ഉണ്ടാകാമെന്നതാണ് കരുതുന്നത്. എന്നാൽ മണ്ണിനൊപ്പം തന്നെ ലോഹ സാന്നിധ്യം കൂടിയ പാറകളും മണ്ണിനടിയിലുള്ളതിനാൽ ഇപ്പോൾ ലഭിച്ചതിന് അതിന്റെ സിഗ്നലാകും സാധ്യതയുള്ളത്. ലോറി കരയിൽ ഇല്ലെന്ന നിഗമനത്തിലാണ് സൈന്യവും രക്ഷാപ്രവർത്തകരും. കുടുംബം പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം പരിശോധന നടത്തിയെന്ന് സൈന്യം അറിയിച്ചു. ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തി മണ്ണ് നീക്കിയ സ്ഥലത്ത് വീണ്ടും സിഗ്നൽ ലഭിച്ചിരുന്നു. ഈ പ്രദേശവും രക്ഷാപ്രവർത്തകർ പരിശോധിച്ചു. തിരച്ചിൽ അവസാനിപ്പിച്ച് സൈന്യം മടങ്ങുമെന്ന വിവരങ്ങൾ ആദ്യഘട്ടത്തിൽ പുറത്തുവന്നെങ്കിലും ഇത് തെറ്റാണെന്നും തിരച്ചിൽ തുടരുമെന്നും സൈന്യം വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.